വെടിക്കെട്ട് ദുരന്തം നടന്ന പരവൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കുട്ടികൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അപകടം നടന്ന ശേഷം ഒട്ടുമിക്ക കുട്ടികളും ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. പുറ്റിങ്ങൽ ക്ഷേത്ര പരിസരത്തുള്ള 70-ലധികം വീടുകളാണ് സ്ഫോടനത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നത്. അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തത്തിന്റെ ആഘാതത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രദേശത്തെ കുട്ടികൾ. പലർക്കും രാത്രി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. പേടിയായിരുന്നു, ഉറക്കം വരുന്നില്ല. അങ്ങനെ പേടിച്ച് കിടക്കുന്നു. അവരെ പുറത്തുകൂടെ അന്ന് ചില്ലുകളൊക്കെ വന്ന് പൊട്ടി വീണതുകൊണ്ട് അവർക്ക് പേടി. ഇനിയൊരു കമ്പത്തെയോ വെടിക്കെട്ടിനെയോ കുറിച്ച് ചിന്തിക്കാൻ പോലും ഇവിടുത്തെ കുട്ടികൾക്ക് കഴിയില്ല. മരിച്ചില്ല, അതുകൊണ്ട് വേണ്ട. ഭയങ്കര പേടിയാണ്. ഇനി വേണ്ട വെടിക്കെട്ട്. ഇനി അങ്ങനെ സംഭവിച്ചാലോ? ഇനി ഇത് വേണ്ട, ഇനി കമ്പക്കെട്ട് വേണ്ട, അത് പേടി. കുട്ടികളുടെ മാനസികാവസ്ഥ പഴയ നിലയിലേക്കാകണമെങ്കിൽ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കും. ഈ കുട്ടികളുടെ വാക്കെങ്കിലും കമ്പവും വെടിക്കെട്ടുമെല്ലാം വേണമെന്ന് വാശിപിടിക്കുന്ന മുതിർന്നവർ കേൾക്കട്ടെ. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.